നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തരുതായിരുന്നുവെന്നാണ് നടൻ പ്രകാശ് രാജിൻ്റെ വാദം. പാർലമെന്റിലെ രാജാവിനെതിരെ ചോദ്യം ചോദിച്ച ആളാണ് ശശി തരൂരെന്ന് അദ്ദേഹം രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്നുമാണ് പ്രകാശ് രാജ് പറയുന്നത്. ശശി തരൂർ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അതിനാൽ തന്നെ ഞാൻ തരൂരിനെ പിന്തുണയ്ക്കുകയാണ്. ഇടത് സ്ഥാനാർത്ഥിക്ക് ഞാൻ എതിരല്ല, പക്ഷേ ഇടത് മനസ്സുള്ളവർ ട്രാപ്പിൽ വീണ് പോകരുത് എന്നും തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യേണ്ടത് പാർട്ടിക്കല്ല വ്യക്തിക്കാണ് എന്നും നടൻ പ്രകാശ് രാജ് പറഞ്ഞു വെക്കുന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ പ്രകാശ് രാജ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 3 തവണ കർണാടകത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് പോയിട്ടും രാജീവ് ചന്ദ്രശേഖർ ഒന്നും ചെയ്തില്ല എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കർണാടകയിൽ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നത് എന്നും കർഷകരെയോ മണിപ്പൂരിനെയോ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്നും വർഗീയ വൈറസ് പടരാതെ സൂക്ഷിക്കണമെന്നും രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നും ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുവാനുള്ള അവസരമാണ് ഇത് എന്നും പ്രകാശ് രാജ് പറഞ്ഞു വെക്കുന്നു. പ്രകാശ് രാജിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ എന്തിനു വേണ്ടിയാണ്? രാജീവ് ചന്ദ്രശേഖർ നടത്തപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചോ അറിയാവുന്ന അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രക്രിയകളെക്കുറിച്ചോ പ്രകാശ് രാജ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഥവാ ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് വരുന്ന രാജ്യസഭ MP ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തതോ ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. കാരണം പ്രകാശ് രാജ് എന്ന് പറയപ്പെടുന്ന ഒരു നടന് അതിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹവും ഒരു ഇന്ത്യൻ പൗരനാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ തന്നെ വിജയിക്കട്ടെ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അത് അദ്ദേഹത്തിൻ്റെ മാത്രം ആഗ്രഹമാണ്. അതങ്ങനെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള മനസ്സും സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കണമെന്ന് ഒരുപക്ഷം ആൾക്കാർ തീരുമാനിച്ചാൽ അവർക്ക് തന്നെയല്ലേ അനുകൂലമായി വോട്ട് ചെയ്യൂ? അതോ ശശി തരൂരിന് അനുകൂലമായി വോട്ട് ചെയ്യുമോ? ഇനി 3 വട്ടം വിജയിച്ചു കയറിയ ശശി തരൂർ അദ്ദേഹത്തിനെ കൊണ്ട് ഈ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയെടുത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുവാനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഈ തീരദേശ മേഖലകളും നാട്ടിൻപുറങ്ങളും ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളുമൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു കാലഘട്ടമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ 1-ാം ഘട്ടത്തിൽ. പക്ഷേ 2-ാം ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തീരദേശ മേഖലകളിലും ലത്തീൻ അതിരൂപത സഭയുടെ കീഴിൽ നിന്നുമാകുമ്പോൾ അവരുടെ വാദങ്ങളും ലത്തീൻ അതിരൂപത മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ എന്ന് പറയപ്പെടുന്ന പുതുതായിട്ടിപ്പോൾ ബിഷപ്പ് അടക്കം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമീപനം അവർ സ്വീകരിക്കുകയാണ് എങ്കിൽ തീരദേശ പ്രദേശങ്ങളും ഗ്രാമാന്തരങ്ങളുമൊക്കെ ചിലപ്പോൾ കോൺഗ്രസിനോട് വളരെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ലത്തീൻ അതിരൂപതയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുള്ളത് ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് തിരിച്ചടിയാവുകയും ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ, അതായത് തിരുവനന്തപുരത്തേക്കുള്ള കാറ്റടിക്കപ്പെടുന്നത് ഈ തീരദേശ മേഖലകളിലോ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലോ മാത്രമല്ല, നഗര ഗ്രാമ വ്യത്യാസമന്യേ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കരുത്തുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖറും. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ ശശി തരൂരും തമ്മിലുള്ള നേരിട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇവിടെ വിജയമെന്ന് പറയപ്പെടുന്നത് പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.